മത്തനുണ്ട്, വെള്ളരിയുണ്ട്, ഒക്കെ നല്ല വിളവെടുപ്പിന് പാകമായിട്ടുള്ള ഒരു പാടത്താണ് നമ്മളിപ്പോൾ. ഗുരുവായൂരിൻ്റെ ഹൃദയഭാഗത്ത് കുറച്ച് സ്ഥലത്ത് കുറേ ആളുകളുടെ പരിശ്രമ ഫലമായിട്ട് നടത്തുന്ന കൃഷി. അവരുടെ ജീവിതത്തിലെ കുറേ സമയം, ഒരുപാട് ആളുകൾ അതിൽ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു കൃഷിക്കും അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ ഋഷിക. നമസ്കാരം. അപ്പോൾ വീണ്ടും വെള്ളരിപ്പാടവും കൃഷിയും വിഷുവൊക്കെ ആയിക്കാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ നാളെ ഇതിൻ്റെ വിളവെടുപ്പാണല്ലേ? നാളെ വിളവെടുപ്പാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഇത് നമ്മൾ ഏകദേശം 2 മാസം മുൻപ്, കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി VR അപ്പു മെമ്മോറിയൽ സ്കൂളിലെ NSS വളണ്ടിയർമാർ, അതുപോലെ തന്നെ ഞങ്ങളെ കർഷക ക്ലബ്ബ് അംഗങ്ങളും കൂടി ചേർന്നാണ് നഗരസഭയുടെ വൈസ് ചെയർമാൻ ഈ വാർഡിൻ്റെ കൗൺസിലർ ബോഡിയായ ശ്രീ ജ്യോതിരാജ് അടക്കമുള്ള ഈ നാട്ടിലെ പ്രമുഖരായ ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ വെള്ളരിപ്പാടത്ത് വിത്തിട്ടത്. ഇതെങ്ങനെയാണ് ഈ ഒരു കൃഷിയുടെ ഒരു പരിപാടി തുടങ്ങണത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അറിയാം, നമ്മളിപ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊന്നും നമ്മൾ കൃഷി ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ പരേതനായ പിതാവ് ശ്രീ ഖാദർ ഹാജി വീട്ടിലൊക്കെ കുറേ കൃഷി ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഉപ്പയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മയും ഉപ്പയും ഞങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടി ഉപ്പയുടെ കൂടെ ഇറങ്ങും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ കൃഷിയിലേക്ക് പ്രചോദനം. ഇവിടെ അതുപോലെ തന്നെ കൃഷി ഉണ്ടായിരുന്നു. എന്നാൽ അന്നം നിന്ന് പോയി കൃഷി. നെല്ല് എന്താണെന്ന് പുതിയ കുട്ടികളോട് ചോദിച്ചാൽ അവർ ദിവസം കഴിക്കുന്ന അരി അത് എന്താണെന്ന് ചോദിച്ചാൽ, നെല്ലെന്താണെന്ന് ചോദിച്ചാൽ അറിയാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് എവിടുന്നാണ് വരുന്നത്, എവിടെയാണ് ചെയ്തിരുന്നത്. അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ ഞാനൊരു 10 വർഷക്കാലം, ഏകദേശം ഒരു 10 വർഷമല്ല, ഒരു 2 ടേം, ഏകദേശം ഒരു 2 ടേമായിട്ട് 6-7 വർഷക്കാലം ഞാൻ പഠിച്ച സ്കൂളിൽ VR അപ്പു മെമ്മോറിയൽ സ്കൂളിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം. അവിടെ എൻ്റെ മക്കളെ ചേർത്തു. അപ്പോൾ അവിടുത്തെ കുട്ടികളാണ്, ഞാൻ അവിടെ PTA പ്രസിഡന്റ് ആയ സമയത്ത് അവിടുത്തെ കുട്ടികളാണ് ഇവിടെ വർഷങ്ങളായിട്ട് വിത്തിടാൻ വേണ്ടി വരുന്നത്. പുതിയ ജനറേഷന് ജൈവ കൃഷിയെ കുറിച്ച് ഒരു ധാരണയും പിന്നെ വിത്തിടാൻ അവർ പങ്കാളികളായതുകൊണ്ട് തന്നെ അവർക്കും ഒരു സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യണേ അല്ലേ? കുട്ടികളെ, പുതിയ തലമുറയെ എന്താണ് കൃഷി എന്ന് പഠിപ്പിക്കുക എന്നുള്ളത്. അവരാണ് ഇത് വിത്തിട്ടിട്ടുള്ളത്. അവരിടയ്ക്ക് വന്നത് ഇവിടെ സന്ദർശനം നടത്താറുണ്ട്. അവർ ഇനി വിളവെടുപ്പിന് അവര് പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുപോകാൻ ഏതൊക്കെ മാർഗം സ്വീകരിക്കാം അതൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. ഇവിടെ പ്രധാനമായിട്ടും വെള്ളരി, മത്തൻ, അതുപോലെ നല്ല വെണ്ട തൈകളുണ്ട്. അതുപോലെ ഇത് ചീര നടാറുണ്ട്, പയർ, ഇപ്പൊ ചുറ്റും പയർ നടാറുണ്ട്. ഇത് കഴിഞ്ഞാൽ ഒരു എന്തുമാത്രം വെള്ളരി ഉണ്ടാവും? ഏകദേശം ഒരു 750 മുതൽ 1000 കിലോ വരെയൊക്കെ വെള്ളരി, ഒരു ടണ്ണിനടുത്തുള്ള വെള്ളരി ഇവിടുന്ന് ശരിക്കും ഈ വിഷു വിപണിയിൽ വലിയൊരു സഹായമാണ് അല്ലേ? തീർച്ചയായിട്ടും അത് ഇവിടെ തന്നെ നമ്മൾ പരമാവധി വിറ്റ് നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു ഇവിടെ. എന്നുവെച്ചാൽ ഒരുപാട് ആളുകളുടെ 2 മാസത്തെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും മികച്ച രീതിയിൽ തന്നെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. മികച്ച രീതിയിൽ തന്നെ അവർക്ക് വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെ ഇവിടുത്തെ കർഷകരോടും ഇവിടുത്തെ ഇതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ആളുകളുണ്ട്, കൃഷിക്ക് വളമിടുന്നതിനും ഒക്കെ. അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നഗരസഭയുടെ പേരിൽ അറിയിക്കുകയാണ്. ഇവിടെ ഒരു ഉത്സവം പോലെ തന്നെയാണ് ഇന്ന് ഇവിടെ വിളവെടുപ്പ് ഉണ്ടായത്. അത് ഇനിയും ഇവർക്ക് ഒരുപാട് പ്രാവശ്യം നമ്മളെ വിഷുക്കണി ഒരുക്കുന്നതിനുള്ള വെള്ളരി കൃഷി ഇവർ നടത്താൻ, വെള്ളരി മാത്രമല്ല ഇവിടെ വെണ്ട, പയർ, അങ്ങനെ ഒരുപാട് കൃഷി നടത്താറുണ്ട് ഇവരെന്ന് പറഞ്ഞു. അപ്പം അതിനിയും ഇവർക്ക് മികച്ച രീതിയിൽ തന്നെ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതി? രാസവളം എങ്ങനെയൊക്കെയാണ്? ഒരിക്കലുമില്ല, ഒരു തരി പോലും രാസവളം ഉപയോഗിക്കാറില്ല. നമ്മൾ വെറും ചാണപ്പൊടിയും അതുപോലെ തന്നെ ജീവാമൃതമൊക്കെ ഉണ്ടാക്കി ഒഴിച്ചിട്ടാണ് നമ്മൾ. ഒരു തരത്തിൽ പോലും 1% പോലും
മറ്റു വളങ്ങളും കീടനാശിനികൾ ഉപയോഗിക്കുന്നുള്ളതാണ് ഈ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും 100% ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പരിപാടി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാവും അല്ലേ, ഈ പുഴുക്കളുടെ ശല്യങ്ങളുണ്ട്. അതിന് നമ്മള് നേരത്തെ മയിലിനെ കണ്ടു. അവിടെ തന്നെ മയിലുണ്ടായിരുന്നു. പിന്നെ ഇതിനെ കുത്താതിരിക്കാൻ വേണ്ടി ഒരു മഞ്ഞക്കണി ചുറ്റും നമ്മള് കെണി വെച്ചിട്ടുണ്ട്, മറ്റേ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഇതില് മുതിർന്നവരുടെ ഒരു വലിയ ഒരു കൂട്ടായ്മ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ തന്നെ ഇപ്പൊ ഒരു 8 വർഷങ്ങളായില്ലേ തുടങ്ങി? 10 വർഷമാവുന്നു. ഗുരുവായൂർ കർഷക ക്ലബ്ബ്, അതുപോലെ തൈക്കാട് കർഷക ക്ലബ്ബൊക്കെ ഞങ്ങളുടെ ഒപ്പം നിന്ന് സഹായിക്കുന്ന ആളുകൾ. ഞങ്ങൾ കർഷക ക്ലബ്ബ് ഗുരുവായൂർ ജില്ലാ സഹകരണ ബാങ്ക് ഒരു 10 വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ കീഴിൽ ഫാർമേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിക്കേണ്ടായി. അപ്പോൾ അതിൽ രൂപീകരിച്ച ക്ലബ്ബുകളാണ് ഗുരുവായൂർ തൈക്കാട് ഫാർമേഴ്സ് ക്ലബ്ബുകൾ. അപ്പോൾ അവരും പല മേഖലകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ശ്രീമതി ഷീജ ഗുരുവായൂര് ബ്രഹ്മകുളത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെ അംഗം പ്രിയപ്പെട്ട ബാലേട്ടൻ ഇരിങ്ങപ്പുറത്ത് വലിയ തോതിലുള്ള കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട ആളുകൾ ശ്രീമതി പ്രിയ രാജേന്ദ്രൻ വീടിന്റെ പരിസരത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള കൃഷികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പലതരത്തിൽ ഇതുകൊണ്ട് ഒരു വലിയ ആദായം ഉണ്ടായിട്ടല്ല, പക്ഷെ ഈ ഒരു കൃഷി സമ്പ്രദായത്തോടുള്ള അല്ലെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ ഈ ഒരു എന്താ പറയാ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സന്തോഷം. പലപ്പോഴും ലാഭം കിട്ടാറില്ല. എന്നിരുന്നാലും നമുക്ക് വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനും കുറെ ആളുകളെ കാണാനും നല്ല ചെറിയ ചെറിയ വെള്ളരികളൊക്കെ പൊട്ടിച്ച് തന്നെ പല ആൾക്കാരും വൈകിട്ട് വരും. അങ്ങനെ ഒരു താല്പര്യമാണ് അതിന് പിന്നിൽ. വ്യായാമം ചെയ്യാൻ നമുക്ക് എപ്പോഴും വ്യായാമം കിട്ടും. മുരളിയേട്ടനൊക്കെ കൃഷി ആവുമ്പോൾ ബോംബെയിൽ നിന്ന് എത്തിയിട്ടുള്ളതാണ് ആള് ഇതുപോലെ പെട്ടെന്ന് പാരലൈസൊക്കെ ആയി. പക്ഷെ ആൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ആൾക്ക് അസുഖം കൂടുകയാണ്. അപ്പോൾ ആള് ഈ 2 മാസക്കാലം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കളൊന്നും പറഞ്ഞേക്കില്ല. എന്നാലും ആള് നിർബന്ധമായിട്ട് ആള് ഈ സമയത്തോടെ വന്ന് 2 മാസം കാലം ഞാനില്ലെങ്കിലും ഒരു ദിവസം ഇല്ലെങ്കിലും എന്നെ സഹായിക്കാൻ മുരളിയേട്ടുണ്ടാവും, നനയ്ക്കാനോ. എന്തായാലും ഇത് വലിയൊരു മാതൃകയാണ്. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളുടെ പേരിലും പറയുന്നത് പോലെ ഒരു ഗുരുവായൂർ മാതൃകയാണ്, ഒരു ഗുരുവായൂർ മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡല് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.